നൂൽപ്പുഴയിലെ തരിശുപാടങ്ങൾ ഇപ്പോൾ കാച്ചിൽ വള്ളികളാൽ സമൃദ്ധമാണ്. ആനയും മാനുകളും കാട്ടുപന്നികളും തുടങ്ങി എല്ലാ മൃഗങ്ങളും മുഴുവൻ കൃഷിയും നശിപ്പിച്ചപ്പോഴാണ് കർഷകർ പാടങ്ങൾ തരിശുതലമാക്കിയിരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചിലവും അധ്വാനവും കുറഞ്ഞ കാച്ചിൽ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കർഷകർ. കാലാവസ്ഥയും കാട്ടുമൃഗങ്ങളും ചതിച്ചതോടെ നെൽകൃഷി വനാതിർത്തികളിലെ ജനതയ്ക്ക് അന്യമായി തുടങ്ങി. അധ്വാനവും ചിലവും കുറഞ്ഞ കാച്ചിൽ കൃഷിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്തു വരുന്നത്. കാച്ചിൽ കൃഷി മികച്ച ലാഭവും വരുമാനവും തരുന്നതായി കർഷകർ പറയുന്നു. നമ്മൾ കുറേ വർഷമായിട്ട് ഇവിടെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ്. കിഴങ്ങ് വിളയാണ് കൂടുതൽ ചെയ്യാറ്. കാച്ചിൽ, കപ്പ ഇതുപോലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് വില എപ്പോഴും ലഭിക്കും എന്നുള്ളതാണ് ഇതൊരു ഗുണം. വന്യമൃഗശല്യത്തിനെ മറികടന്ന് വേണം വിളവെടുക്കാൻ. വലിയ ബുദ്ധിമുട്ടാണ്. വന്യമൃഗശല്യം കൂടുതലാണ്. ഇത് മറ്റ് കൃഷികളെ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു നഷ്ടം വരാൻ സാധ്യത കുറവുള്ളൊരു മേഖലയാണ്. കാച്ചിൽ കൃഷി ഇതൊരു പ്രത്യേകതരം കാച്ചിലാണ്. ഇത് എന്ന് പറഞ്ഞാൽ 1 കിലോ, 1.5 കിലോ, 2 കിലോ മാക്സിമം ഉരുളൻ കിഴങ്ങുകളുണ്ടാകുക. മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡും ഉണ്ട്. ഞാൻ 5 ഏക്കറാണ് എനിക്കിവിടെ കൃഷിയുള്ളത്. ബാക്കി 10-14 ഏക്കർ മരച്ചീനിയുണ്ട്, ഇഞ്ചിയുണ്ട്. എല്ലാം കൂടെ മിക്സഡായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കാച്ചിൽ കൃഷിക്ക് തുടക്കമിടും. 60 കിലോ ചാക്കിന് 2000 മുതൽ 3000 രൂപ വരെ വിലയായി ലഭിക്കുന്ന കാച്ചിൽ തെക്കൻ ജില്ലകളിലേക്കും ഇപ്പോൾ കയറ്റി അയക്കുകയാണ്. വയനാട്ടിലും കാച്ചിലിന് നല്ല വിപണി മൂല്യമുണ്ട്. പൊൻകുഴി, കുമിഴി, എടത്തറ, തകരപ്പാടി, പാണപ്പാടി, മൈക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കാച്ചിൽ കൃഷി ഇപ്പോൾ ചെയ്തു വരുന്നത്. വനാതിർത്തികളിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കാച്ചിൽ കൃഷി മാത്രമേ ഇവർക്ക് മുന്നിൽ ഇനിയുള്ളൂ. കാച്ചിൽ കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അൻവർ. പൊൻകുഴിയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.